കർത്തൃദിനം ശ്രേഷ്ഠദിനം ആരാധനക്കൊരു ശുദ്ധദിനം ഹല്ലേലൂയ ഗാനം പാടി ഹൃദയങ്ങൾ വാഴ്ത്തിടാം. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയ സ്നേഹിതരെ, ഒരു ആത്മീക നവോത്ഥാനം എല്ലാ മതങ്ങളിലും ഇന്ന് ദൃശ്യമാണ്. പടുകൂറ്റൻ ആരാധനാലയങ്ങൾ ഉയരുന്നു. പ്രബോധന പരിപാടികളായി ഗീതായജ്ഞം, സുവിശേഷ മഹാസമ്മേളനങ്ങൾ, മതപ്രസംഗങ്ങൾ എന്നിവ വ്യാപകമായി നടക്കുന്നു. തീർത്ഥയാത്രകളുടെയും യാത്രക്കാരുടെയും സംഖ്യ പെരുകുന്നു. ക്ഷേത്രങ്ങളിലെയും പള്ളികളിലെയും ഭണ്ഡാരങ്ങൾ നിറഞ്ഞു കവിയുന്നു. ഇവയെല്ലാം ആത്മീയ വളർച്ചയുടെ മാനദണ്ഡങ്ങളായി എടുക്കാമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മൂല്യച്യുതിയെപ്പറ്റിയും ധാർമ്മിക അധപ്പതനത്തെപ്പറ്റിയും ഏറെ മുറവിളി കൂട്ടുന്ന സമയവും ഇതാണല്ലോ. അഥവാ ലോകനായകന്മാരുടെ അധികരിച്ച അരങ്ങേറ്റം, വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ നിരക്ക്, സ്ത്രീപീഡനം, ബലാത്സംഗം, കവർച്ചയും കൊലപാതകവും ഇവയെല്ലാം നമ്മെ അസ്വസ്ഥരാക്കുന്ന ഘടകങ്ങൾ അത്രേ. മാധ്യമങ്ങളെ ശ്രദ്ധിച്ചാൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന വാർത്തകൾ മാത്രമേ ഉള്ളൂ. കൊലപാതകത്തിൻ്റെയും കൂട്ടമായ ആത്മഹത്യയുടെയും വാർത്തകൾ, സ്ത്രീ പീഡനത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കഥകൾ, ഇതെല്ലാം കണ്ടും കേട്ടും മനസ്സ് കലുഷിതമാകുന്നു എന്നുള്ളത് സത്യം. വൈരുദ്ധ്യാത്മകമായ ഒരവസ്ഥാവിശേഷമാണുള്ളത്. യുക്തിവാദികൾ ചോദിക്കുന്നു, മതം കൊണ്ട് എന്ത് പ്രയോജനം? തങ്ങൾ പ്രസംഗിക്കുകയും അവകാശപ്പെടുകയും ചെയ്യുന്ന കാര്യങ്ങൾ മതവിശ്വാസികൾക്ക് പ്രായോഗികമാക്കുവാൻ കഴിയുന്നില്ലേ എന്നൊരു സംശയം. ഒരു വശത്ത് മൂല്യച്യുതിയും ധാർമ്മികാധപ്പതനവും ദർശിക്കാമെങ്കിലും മറുവശത്ത് ആധ്യാത്മിക ജീവിതത്തിൽ അർത്ഥവും ലക്ഷ്യബോധവും കൈവരുത്തിയിട്ടുള്ളവർ ഒട്ടനവധി പേരുണ്ട്. വേദനയുടെ നടുവിലും ആശ്വാസവും പ്രത്യാശയും കണ്ടെത്താൻ ആധ്യാത്മിക സഹായിച്ചിട്ടുള്ളതിന്റെ സാക്ഷികൾ എത്ര വേണമെങ്കിലും ഉണ്ട്. രൂപാന്തരം പ്രാപിച്ച അനവധി ജീവിതങ്ങളും ആധുനികമായ വ്യക്തിത്വങ്ങളും മതസ്വാധീനത്തിൽ കടിപിടിപ്പിക്കപ്പെട്ടവയെന്ന് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. ശ്രദ്ധിച്ച് നോക്കിയാൽ നല്ല ഒരു സോപ്പ് വാങ്ങിവെച്ചാലും ശരീരത്തിലെ ചെളി കളയുവാൻ ആ സോപ്പ് ഉപയോഗിക്കുന്നില്ല എങ്കിൽ ചെളി മാറ്റി വൃത്തിയാക്കാൻ സാധിക്കുമോ? എന്നുള്ളതുപോലെ തന്നെ സ്നേഹത്തിൻ്റെ സന്ദേശമാണ് എല്ലാ മതങ്ങളും അനുശാസിക്കുന്നത്. വ്യക്തികൾ അത് പ്രാവർത്തികമാക്കാത്തത് മതത്തിൻ്റെയോ മതബോധനത്തിൻ്റെയോ പോരായ്മ കൊണ്ടല്ലോ. ആധ്യാത്മികതയുടെ അന്തർധാരയിലേക്ക് ഇറങ്ങിച്ചെല്ലാനും സ്വാനുഭവത്തിൽ മൂല്യങ്ങൾ കൈവരുത്താനും ശ്രമിക്കുകയാണ് ഇന്നത്തെ ആവശ്യം. മാനസാന്തരം അവനവനിൽ നിന്ന് ആരംഭിക്കേണ്ടിയിരിക്കുന്നു എന്ന് വായിക്കുവാനായിട്ടിടയായി. വളരെ സത്യമാണ്. മറ്റുള്ളവരെ കുറ്റം പറയുന്നതും അവരെ നന്നാക്കാൻ ശ്രമിക്കുന്നതും നമുക്കിഷ്ടമാണ്. എന്നാൽ അതിനു മുമ്പേ നാം തന്നെ നന്മയുടെയും ധർമ്മത്തിൻ്റെയും പാതയിൽ എത്തുകയാണ് ആവശ്യം. യേശു തമ്പുരാൻ ചോദിച്ചു, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുന്നതും എന്ത്? നമ്മുടെ വിശ്വാസം നമ്മുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തുന്നത് ആയി തീരണം. കർത്താവിൽ പ്രിയമുള്ളവരെ, ഈ സന്ധ്യയിൽ നമുക്കൊന്ന് ചിന്തിക്കാം. ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ നാം വിശ്വസ്തരാണോ? എവിടെയാണ് ദൈവവും നമ്മളും തമ്മിലുള്ളതായ അകലം? എവിടെയാണ് ദൈവവും നാമും തമ്മിലുള്ളതായ വിശ്വാസം? നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ ഈ സന്ധ്യയിൽ കഴിയട്ടെ. നന്മകൾ നേരുകയാണ്. ശാന്തിയോടും സമാധാനത്തോടും ജീവിപ്പാൻ ദൈവം തമ്പുരാൻ എല്ലാവർക്കും സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജോൺ പോൾ കോറപ്പിസ്കോപ്പ അച്ഛൻ.